എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു അപ്പമാണ്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ എനിക്കൊരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 240 ml കപ്പിൽ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി നല്ലപോലെ കഴുകി എടുത്തിട്ട് വേണം നമ്മൾ കുതിരാനായിട്ട് വെക്കാൻ. ആ വെള്ളം എല്ലാം ക്ലിയർ ആകുന്ന വരെ നമ്മൾ പച്ചരി കഴുകിയെടുക്കണം. ഞാനൊരു 4-5 തവണ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ പച്ചരി കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് അരിയുടെ തൊട്ട് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് മൂടിയിട്ട് ഏകദേശം ഒരു 6-7 മണിക്കൂർ നേരം നമുക്കിത് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഞാൻ. ഇനി മറ്റൊരു പാത്രത്തിൽ ഉഴുന്നുപരിപ്പാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പാണ് ഇതാണ് എൻ്റെ 1 ടേബിൾ സ്പൂൺ. ഇതിന് ഞാൻ 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകണം. കഴുകിയ ശേഷം ആ വെള്ളം കളഞ്ഞ് പുതിയ വെള്ളം ഒഴിച്ചിട്ട് അതും ഞാൻ കുതിരാനായിട്ട് അരിയുടെ കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1/4 കപ്പ് വറുത്ത അരിപ്പൊടി, അതായത് ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഇനി ആ പൊടിയെല്ലാം വെള്ളത്തിൽ നല്ലപോലെ കട്ടകളൊന്നുമില്ലാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുറുക്കിയെടുക്കാൻ. ഞാൻ ഇത് അരയ്ക്കുന്നതിലേക്ക് ചോറോ അതുപോലെ അവിലോ തേങ്ങയോ ഒന്നും ചേർക്കുന്നില്ല. ഈ കപ്പിയാണ് കാച്ചിയിട്ട് കുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ചില സ്ഥലങ്ങളിൽ കുറുക്ക് കാച്ചുക അല്ലെങ്കിൽ കപ്പി കാച്ചുക എന്നൊക്കെ പറയാറുണ്ടല്ലോ. അത് ഇതുപോലെ കുറുകി വരും. ഇത് നന്നായിട്ട് തണുത്ത ശേഷം വേണം നമ്മൾ അരിയുടെ കൂടെ അരച്ചെടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് ആ വെള്ളമെല്ലാം ഡ്രൈ ആയിട്ട് ഇതുപോലെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു തിക്ക് പേസ്റ്റായിട്ട് മാറി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാനിതിവിടെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അരിയും ഉഴുന്നെല്ലാം കുതിർന്നതായിട്ട് നോക്കാം. അരിയെല്ലാം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഉഴുന്നും കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് അരയ്ക്കുമ്പോൾ നമുക്ക് രണ്ടും ഒന്നിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ വലിയ ബൗളാണ് എടുത്തിട്ടുള്ളത്. മിക്സിയുടെ ഒറ്റ ട്രിപ്പിന് തന്നെ ഞാനിതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ആ ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് കുതിർത്തിയ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ആ കപ്പി കാച്ചിയത് തണുത്ത ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട്, വല്ലാണ്ട് ലൂസാക്കാൻ പാടില്ല. നമ്മുടെ ദോശയുടെ ഒക്കെ ആ അയവിൽ നമ്മളിത് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഞാൻ ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ മാവ് ഫെർമെൻ്റ് ആകുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. അതുകൊണ്ട് കുറച്ച് വലിയ പാത്രത്തിൽ വേണം നമ്മൾ ഈ മാവ് ഒഴിച്ചു വയ്ക്കാൻ. ഇനി മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ദോശമാവിൻ്റെ ആ ഒരു അയവിലാണ് ഈ ഒരു അയവിൽ ഞാൻ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടിയിട്ട് ഇത് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കാം. രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെയാണ് ഞാനിത് അപ്പം ചൂടാനായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. മാവ് പാത്രം തുറന്നപ്പോൾ ഇത് മുകൾ വശം വരെ വന്നിട്ടുണ്ട്. വലിയ പാത്രം ആയതുകൊണ്ട് ഇത് തൂവി പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾ മാവ് എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. മാവ് ഒഴിച്ച് വെക്കുന്ന പാത്രം കുറച്ച് വലുത് വേണം എടുക്കാൻ. ഇനി പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. രാവിലെയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഉപ്പ് എത്തിച്ച ശേഷം നമുക്ക് മൂടിയിട്ട് ഏകദേശം ഒരു 1/2 മുതൽ 3/4 മണിക്കൂർ വരെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ അപ്പം ചൂടാൻ തുടങ്ങിയത്. ഇതുപോലെയുള്ള ചെറിയ കണ്ടെയ്നറുകളിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് മാവ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അത് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. മൂടി വെച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 7-8 മിനിറ്റ് നേരം ഇത് സ്റ്റീം ചെയ്തെടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള അപ്പം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചൂടോടെ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കരുത്. ഇതൊന്ന് തണുക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ തണുക്കാനായിട്ട് ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്റ്റീമറിൽ നിന്ന് എടുത്ത ശേഷം ഒരു പരന്ന പാത്രത്തിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക്
ആ പാത്രങ്ങളിൽ നിന്ന് ഇതാ പെട്ടെന്ന് തന്നെ ഇത് അടർന്നു പോരും. എല്ലാ അപ്പവും ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ സോഫ്റ്റാണ്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇത് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മധുരം കൂട്ടിയിട്ടാൽ മതി. കുറച്ചും കൂടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ അരയ്ക്കുമ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ അപ്പം വൈകുന്നേരങ്ങളിൽ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.